നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ശക്തിയും മഹത്വവുമെല്ലാം നിത്യമായതായി തോന്നാം, പക്ഷേ കാലത്തിന്റെ മുന്നിൽ എല്ലാം നൈമിഷികം മാത്രം. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. ഒരിക്കൽ ലാറി പനാൽ എന്ന ഫോട്ടോഗ്രാഫർ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു. താൻ കണ്ട കാഴ്ച ലാറി ഇങ്ങനെ വിവരിച്ചു: ഞാൻ ആ സിംഹത്തിനെ കാണുമ്പോൾ ഒന്ന് അനങ്ങാൻ പോലും ആകാതെ, ഒരടി പോലും മുന്നോട്ട് വെക്കാനാകാതെ അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഒരിക്കൽ കാടിനെ വിറപ്പിച്ച രാജാവ്, ഇന്നിപ്പോൾ അവൻ തീർത്തും ക്ഷീണിതനാണ്. എന്നെ കണ്ടതും അവൻ തളർന്ന കണ്ണുകളോടെ നോക്കി. സമയം അടുത്തുവെന്ന് ആ കണ്ണുകൾ എന്നോട് പറഞ്ഞു. ഞാൻ ക്യാമറ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ച് സിംഹത്തെ അഭിമുഖീകരിച്ച് ഇരുന്നു. എന്നെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ആ കണ്ണിൽ കാണുന്നില്ലെന്ന് എനിക്ക് തോന്നി. കാലുകൾ വിറയ്ക്കുന്നുണ്ട്. തന്റെ സ്വന്തം ശരീരം നേരെ നിർത്താൻ സിംഹം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ശ്വസിക്കാനായി ഒരു നിമിഷം നെഞ്ചൊന്ന് ഉയർന്നു താണു. തല ചെറുതായി കുടഞ്ഞു. അവസാന ശ്വാസമെടുത്തു. മെല്ലെ ചെരിഞ്ഞു വീണു. ചെറുതായി പുല്ല് ഞെരിഞ്ഞമർന്ന ശബ്ദം മാത്രം. ലാറി പനാൽ പറഞ്ഞു നിർത്തി. ജീവിതം എത്ര ചെറുതാണ്. ശക്തിയും ആരോഗ്യവും സൗന്ദര്യവും കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര ശക്തനായിരുന്നാലും കാലം ഒരിക്കൽ അവനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് പരസ്പരം കനിവ് കാണിക്കാം, വിനയവും താഴ്മയും ഉള്ളവരായിരിക്കാം. കാരണം തളർന്നു വീണു തന്നെയാണ് ഓരോ രാജാക്കന്മാരും മരിച്ചു പോകുന്നത്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.